എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് പുതിയൊരു ഫ്രീ ഫയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് പിന്നെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമുക്ക് നല്ലൊരു സപ്പോർട്ട് തരുവാണ്. 1K അടുപ്പിച്ച് തരുവാണ്. ഉറപ്പാണ് ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ഞാനാണ് ഇന്ന് BR അത്യാവശ്യം കുറേ നേരം കളിച്ച് അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള സാഹചര്യത്തിലല്ലായിരുന്നു. ഞാൻ പിന്നെ കളിച്ച് ഡയമണ്ട് 4 ആയി. ഇനിയും നമുക്ക് ഡയമണ്ട് 5 ഉണ്ടെന്നാണ് തോന്നുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ സെറ്റ് ഹീറോ അടിക്കണം. എനിക്ക് ഹീറോയ്ക്ക് അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമല്ല. എനിക്ക് അടിക്കാൻ പറ്റും, പക്ഷേ കുറേ നേരം കളിക്കണമെന്നേ ഉള്ളൂ. കഷ്ടപ്പാടാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ BR സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അത്രേ ഉള്ളൂ. ചുമ്മാ പറഞ്ഞാൽ ഇതേതാ മാപ്പോ? ന്യൂ മാപ്പാണോ? സോളാറ മാപ്പാ അല്ലേ? സോളാറാന്നല്ലേ പേര്. ഗൈസ് ഞാനിപ്പം വരാം. എൻ്റെ കൈ മറ്റേ ആ ഗ്ലൗസ് പോലത്തെ സാധനം ഇല്ലേ, എന്താ ഫിംഗർ ലിപ്സ് വെക്കും അങ്ങനെ എങ്ങാണ്ടാ പറയുന്നത്, ഫിംഗറിലിടുന്ന ആ സാധനം എടുത്തേച്ച് പെട്ടെന്ന് വരാം. അവിടെ ടേബിളിലുണ്ട്, ഞാൻ ഇപ്പോൾ എടുത്തേച്ച് പെട്ടെന്ന് വരാം. ഞാൻ വന്ന് ഓക്കെ ഗൈസ് നിൽക്കേ, സാധനം ഒന്ന് കയ്യിലെടുത്ത്. ഞാൻ ഈ സാധനം കയ്യിലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ സെറ്റ് ഓക്കെ. എനിക്ക് ഈ മാപ്പ് കറക്റ്റ് അറിയാത്തതുകൊണ്ട് എവിടെ ഇറങ്ങണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ എൻ്റെ ഓൾഡ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും. ഞാൻ ആദ്യം ചെറിയ സ്ഥലത്ത് കൂടെ ഇറങ്ങി പിന്നെ വലിയ സ്ഥലത്തായിരിക്കും എത്തുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ചെറിയ വീടില്ലേ, ഈ വീട്ടിൽ പോയിട്ടുള്ള ലൗട്ടെല്ലാം എടുത്തിട്ട് അവസാനം വലിയ വീട്ടിൽ പോകും. അതെൻ്റെ ഓൾഡ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാമെന്നാണ് തോന്നുന്നത്. സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റ്. നമുക്കൊരു AK-47 കിട്ടിയിട്ടുണ്ട്. തരട്ടു. പുതിയ അപ്ഡേറ്റൊക്കെ ഭയങ്കര സീനാന്നേ. മിക്കവാറും ഈ ഫ്രീ ഫയർ ഈ ഗരീന മിക്കവാറും അപ്ഡേറ്റ് ചെയ്ത് അവസാനം എല്ലാം കുളവാക്കുമെന്ന് ഡൗട്ടുണ്ട് എനിക്ക്. ഡൗട്ടല്ല, എനിക്കൊരു ഉറപ്പാണ്. മിക്കവാറും ഇങ്ങനെ കുളവാക്കും. അതാരാ? കൊള്ളുന്നില്ല, ഒന്നും കൊള്ളുന്നില്ല. നമുക്ക് അവിടെ പോയില്ലേ നിക്കേഷ്. ഇവിടെ ആൾക്കാരുണ്ടോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഡൗട്ടില്ല. നേരത്തെ എനിക്ക് നല്ല വൈബ്രേറ്റ് അടിച്ചായിരുന്നു. പിന്നെ നേരത്തെ ഇട്ട വീഡിയോയിൽ ഞാൻ വന്ന കമൻ്റൊക്കെ വായിച്ചു തരാം ഗൈസ്. സൗണ്ട് ഇച്ചിരി കിച്ച്. അപ്പോൾ ഞാൻ ചെറിയൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ഗൈസ്. കാണാത്ത ആൾക്കാരുണ്ടെ കാണണം. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ 44 ഇത് വ്യൂസും പിന്നെ 3 ലൈക്ക് 2 കമൻറ്റിൽ ഒരു കമൻറ്റ് ഞാൻ ഒരു റിപ്ലൈ കൊടുത്തതാണ് ഒരുത്തിന്. അപ്പം ഒരുത്തൻ വന്ന് ഹായ് ബ്രോ എന്നിട്ട് ഞാനും തിരിച്ച് ഹായ് ബ്രോ എന്നും കണ്ടിട്ട്, അല്ല ഞാൻ ഹായ് എന്ന് ഇട്ടുള്ളൂ.
പിന്നെ ഗൈസ് നമുക്കിപ്പോൾ 266 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് 300 സബ്സ്ക്രൈബ് ആവണം. അത് കഴിഞ്ഞിട്ട് 400, 500, 600, 700, 800, 900 അങ്ങനെ 100 ഇങ്ങനെ പോയി 1K അടിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പ് എൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ആരോ ഉണ്ടായിരുന്നു, എനിക്ക് വൈബ്രേറ്റ് അടിച്ചായിരുന്നു. അതാരവിടെ? ഞാൻ താഴെ വന്നായിരുന്നു, ഞാൻ താഴെ വന്നില്ല. നമുക്ക് ഇവിടുത്തെ ഓട്ടോ എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാം. മോൺസ്റ്റർ ട്രക്കിന് ഇച്ചിരി ഇത് കുറവാണ്, ഈ സ്പീഡ് ഇച്ചിരി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ മോൺസ്റ്റർ ട്രക്ക് എടുക്കാത്തത്, അല്ലെങ്കിൽ എടുത്തേനെ. ഇവിടെ ഒരു ഫൈറ്റ് നടന്നതിൻ്റെ എല്ലാ ലക്ഷണവും കാണുന്നുണ്ടല്ലോ. ഒരുത്തൻ മണ്ടയിലുണ്ടേ. ഓക്കെ. ഞാൻ ഓർത്ത് ഞാൻ ചത്തുന്നു. നല്ല ഡാം എനിക്ക് തന്നു. ഞാൻ റിപ്പയറൊക്കെ ചെയ്ത് അങ്ങനെ ഹെൽത്തൊക്കെ കൂട്ടി. ഇവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ടല്ലോ. ഇവനൊരുത്തനെ അടിച്ചിട്ട്. അയ്യോ, ഇതാരുടെ ഡെഡ് ബോഡിയാ? ഇവിടെ നല്ല വൈബ്രേഷൻ അടിച്ചായിരുന്നു. അവിടെ ഉണ്ടല്ലോ. ആരോ ഉണ്ട്. ഇതാരാ? പട്ടി. അവൻ അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ എന്നാ വിചാരിച്ച അവൻ താഴെ വല്ല അഴിക്കുമെന്ന്. കുഴപ്പമില്ല, പ്ലസ് അടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ പൊന്ന്, ചാടി വന്നപ്പോൾ ഞാൻ പേടിച്ചു വയസ്സ്. കുഴപ്പമില്ല, ആ കളി പോയിട്ടുണ്ട്. പക്ഷെ ഒരു കില്ലുണ്ട്. പിന്നെ 12 മൈനസും പോട്ടെ, പ്ലസ് അടിച്ച്. ഓക്കെ, ഒരു കളിയും കൂടെ സ്റ്റാർട്ട് ചെയ്താലോ? നമുക്കില്ലേ ഒരു CS സ്റ്റാർട്ട് ചെയ്യാം. ഞാനിന്ന് അങ്ങനെ CS ഒന്നും കളിച്ച് പക്ഷേ ഉള്ള എല്ലാം കളിയും തോക്കുമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ചിലവർക്കറിയായിരിക്കും ഹോട്ട് വീൽസ് എന്ന് പറയുന്ന കാറ്. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ കയ്യിൽ 2 എങ്ങാണ്ട് ഉണ്ട്. പക്ഷെ എനിക്ക് ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായി. ഹോട്ട് വീൽസിൻ്റെ വീഡിയോ മീൻസ് എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കുവാണെങ്കിൽ ഹോട്ട് വീൽസിൻ്റെ വീഡിയോ മാത്രമേ കാണത്തുള്ളൂ. ഹോട്ട് വീൽസിൻ്റെ ഫ്രീ ഫയർ വീഡിയോസും അത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഹോട്ട് വീൽസ് എവിടെയെങ്കിലും കണ്ടാൽ പിന്നെ ഭയങ്കര സീനായിരിക്കും ഗൈസ്. ഹോട്ട് വീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നെ പൊക്കണ എന്നെ വന്ന് പൊക്കടേ. ഒരുത്തനുള്ള സപ്പത്തട്ടീന്. ഓക്കെ, സെറ്റ്. നമുക്ക് 3 കില്ലുണ്ട്. ഓക്കെ, നമ്മുടെ ഏസ് ആയിരുന്നു. കുഴപ്പമില്ല, ഏസ് പോയിട്ടുണ്ട്. ഒരുത്തനും കൂടെ എടുത്തെങ്കിൽ ഏസ് ആയിരുന്നു. ഗൈസ്, പിന്നെ എന്തൊക്കെ അപ്ഡേറ്റ് വന്നതെന്ന് പറയണം ഗൈസ്. എനിക്ക് കറക്റ്റ് ഒന്നും അറിഞ്ഞൂടാ ഗൈസ്. എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്ന വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഈ ഗണ്ണിൻ്റെ സൗണ്ട് മാറി. ഗണ്ണിങ്ങനെ നമ്മൾ എടുക്കത്തില്ലേ കഥേ, ഇങ്ങനെ ചെയ്യത്തില്ലേ? അപ്പം എന്തോ വേറൊരു സൗണ്ടായിരുന്നു. ഇപ്പം മാറ്റി, ഇപ്പം വേറൊരു സൗണ്ടാക്കി.
അയ്യേ, ഇവൻ ഒരുത്തനെ ഉള്ളായിരുന്നു. സിമ്പിള് കളിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നിങ്ങൾ സപ്പോർട്ട് നന്നായിട്ട് നല്ല സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഇതാണ്. പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങാൻ നേരത്ത് ഞാൻ മാത്രമല്ലായിരുന്നു, എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും അവനുമായിരുന്നു ഈ ചാനൽ തന്നെ തുടങ്ങിയത്. ആദ്യം ഞാനും അവനുമായിട്ടുള്ളൊരു പേരാണ് കേട്ടോ, DPFF എന്ന്. അപ്പോൾ പേരൊക്കെ മാറ്റി. ഇപ്പം മിസ്റ്റർ പ്രണോ ഗെയിമിംഗ് ആയി. പക്ഷെ എന്നാലും അവൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഭാഗമായി. അവന് ഈ യൂട്യൂബ് ചാനലിൻ്റെ നല്ലൊരു ഭാഗമാണ് അവൻ. എനിക്ക് അത്ര മടിയില്ലായിരുന്നു. ഞാൻ മാത്രമേ ചത്തുള്ളൂ, എൻ്റെ ടീംമേറ്റൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പം ഞാനും അവനുമായിരുന്നു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഒരു ചെറിയ ഫോണിലായിരുന്നു തുടങ്ങിയത്. അത് മാറ്റി. അപ്പോൾ പിന്നെ അത് അങ്ങ് ചീത്തയായി. അത്യാവശ്യം നല്ല പഴക്കമുള്ള ഫോണൊക്കെയാണ്. സാംസങ് A5 എങ്ങാണ്ടായിരുന്നു. അന്നത്തെ പിന്നെ അവസാനം അത് പോയി. അത് അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ അത് ഈ സ്റ്റോറേജ് ഇല്ല, ഗെയിമൊക്കെ ഡിലീറ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞപ്പം ഞാനങ്ങ് ഗെയിം ഡിലീറ്റ് ആക്കി. പിന്നെ ഞാനുള്ള അന്നത്തിരുന്ന ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ആക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോയും ഇല്ല, ഗെയിമും ഇല്ല. ഞാൻ അവസാനം പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് ഡൗൺലോഡും ആവുന്നില്ല. അവസാനം എല്ലാം മൂഞ്ചഷിയായിട്ട് ഞാൻ പിന്നെ അന്നത്തെ യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കര ഡൗൺ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് പൊങ്ങി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ സെറ്റാക്കാമായിരുന്നു. ഞാനപ്പോൾ ചാനൽ നിർത്താൻ എങ്ങാണ്ടോ 100 സബ്സ്ക്രൈബർ എങ്ങാണ്ടോ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ വേറെ ഫോൺ കിട്ടിയപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണല്ല ഇത്, എൻ്റെ സ്വന്തം ഫോണല്ല. അതുകൊണ്ടൊരു സീനുണ്ട്. അതാണ് വലിയൊരു സീൻ. സ്വന്തമായിട്ട് ഫോണൊക്കെ ഉണ്ട് പിന്നെ കുഴപ്പമില്ല. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. എൻ്റെ ഫ്രണ്ടെന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന ഒരു ചെറുക്കനാണ്, കുഞ്ഞിറക്കനാണ്. അവനുണ്ടല്ലോ, അവനൊരു ദിവസം അവനിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയേ. അവനുണ്ടല്ലോ ഒരു ഒന്നാന്തര തള്ളിയേ. യൂട്യൂബിലൊരു ഹാക്കർ ഇങ്ങനെ കളിക്കുന്നതാണ്ടേ. എന്നിട്ട് അവൻ പറഞ്ഞ് യൂട്യൂബ് ചാനൽ അടുത്തോട്ട് വന്ന് പറഞ്ഞ് ഇത് ഞാനീ കളിക്കുന്നേ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനുണ്ടല്ലോ, എനിക്കത് എനിക്കത് ഇഷ്ടപ്പെട്ടേ ഇല്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവനങ്ങനെ പറഞ്ഞ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഞാൻ ഉണ്ടല്ലോ അവൻ്റെ ഫോൺ അവൻ്റെ കയ്യിൽ തന്നെ അവൻ്റെ ഫോൺ ഉണ്ടായിരുന്നേ. അവന് സ്വന്തമായിട്ടൊക്കെ ഫോണുണ്ട്. അവൻ മൂന്നാം ക്ലാസ്സിലെങ്ങാണ്ട്. ഞാൻ 5ലാണ്, ഞാൻ 6ലോട്ട് കയറി. അവന് സ്വന്തമായിട്ട് ഫോണൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനോട് ചോദിച്ചാൽ ഫോണൊന്നും തരാമോന്ന്. അപ്പം അവൻ്റെ അന്നത്ത് തന്നെ അവൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത്. അവൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുവാണെങ്കിൽ അയാൻ ടൈഗർ എന്നെങ്ങാണ്ടാണ് പേര്, അയാൻ ടൈഗർ. അതിപ്പം ഞാൻ സെർച്ച് ചെയ്ത് അവൻ്റെ ഇത് തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ ആ ഫോണിൽ തന്നെയായിരുന്നു അവൻ്റെ ആ യൂട്യൂബ് ചാനലിൻ്റെ ഇത്. ഞാൻ അവസാനം യൂട്യൂബിൽ കയറി അവൻ്റെ ഇതിൻ്റെ പേര് മാറ്റി, യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റി, അയാൻ മങ്കി എന്നിട്ട്. ആ പൊട്ടനാണ് ഇത് കണ്ടേ ഇല്ല. അവനിത് 3 ദിവസം കഴിഞ്ഞിട്ട് ഇത് അറിയുന്നത്. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു ഇത് ആരായി മാറ്റിയത്, നിനക്ക് മാത്രമേ ഞാൻ ഫോൺ തന്നുള്ളൂ, വേറെ ആർക്കും കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇവനിങ്ങനെ കണ്ടുപിടിച്ച്. ഞാനത് മനസ്സിലായി. ഞാനാണിരുന്ന് തള്ളൂ, ഞാനല്ലടാ സത്യം പറയടാ ഞാനില്ലടെന്ന്. പക്ഷേ അവന് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞാൽ എന്നാ ഇതൊന്നും ഇല്ലല്ലോ, നിൻ്റെ യൂട്യൂബ് ചാനലാകെ 7 സബ്സ്ക്രൈബറേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് കളിയാക്കി. കൊച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടുള്ളൊരു കൊച്ചാണ്. ഭയങ്കര റിച്ചൊക്കെ ആയിട്ടുള്ള ഫാമിലിയാണ്. ഭയങ്കര റിച്ചായിട്ടുള്ള പിള്ളേരൊക്കെയാണ്.
നമ്മുടെ ടീമിലെല്ലാം ചത്തോടാ. ഈ ന്യൂബന്മാരെയാണല്ലോ ദൈവമേ. അവന്മാർ കംബാക്ക് ആണോ എന്ന് ഡൗട്ടുണ്ട്. അവന്മാർ കംബാക്ക് ആണെങ്കിൽ ഫുള്ള് മൂഞ്ചലാണ്. എടാ എല്ലാം ചത്ര, ഞാൻ ഒറ്റയ്ക്കാടാ. ഓ 1v3 അല്ല 1v2 നേരത്തൻ രണ്ടുപേരുണ്ടാ. രണ്ടുപേരുണ്ട്. ഞാൻ ചാവുമെന്ന് ഡൗട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സോൺ ഇച്ചിരി ഓടിക്കോ. പക്ഷേ അമ്മ രണ്ടുപേരുള്ള എടാ ഇത് എവിടുന്നാടാ? രണ്ടുപേരും എന്നെ അടിച്ച്. കളി എടുക്കണം. കളി പോവുക. ഇനി ഫുള്ള് കളി ശ്രദ്ധ. നമ്മൾ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്ര നേരം കളിച്ചത്. അമ്മായി കംബാക്ക് ആണോ എന്ന് ഡൗട്ടുണ്ട്. ഇവന്മാർ ഫുള്ള് ന്യൂബാടാ. ഡേയ് എനിമിയുണ്ട്. അവിടെ പട്ടി ബാക്കിൽ നിന്ന് അടിക്കുന്നോടാ. അതിനൊക്കെ നാണം ഉണ്ടോ അവിടെ ബാക്കിൽ നിന്ന് അടിക്കുക? ഓടിപ്പോന്നു അവിടെ ചാവലടാ. പക്ഷേ ഇവന്മാരൊക്കെ ഉണ്ടല്ലോ. പ്രോയാണോ എന്ന് ഡൗട്ടുണ്ട്. ഇവന്മാർ കളി എടുക്കുമായിരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമ്മളാണ് വലിയ ആകാംക്ഷയിൽ നിൽക്കുക. ഇവൻ കളി എടുക്കുമോ ഇല്ലോ എന്ന്. ഇവൻ അത്യാവശ്യം പ്രോ ആയിട്ടാണ് കളിക്കുന്നത്. ഒരുത്തനാടാ ഇവൻ. എന്നെ ഡാമാടാ. ഒന്ന് മെഡ് അടിക്കടാ. എന്നാണ്ടേ മെഡില്ലായിരിക്കും. സെറ്റീസ് കളി ജയിച്ച്. ഓക്കെ ഗൈസ്, ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ CS കളി ജയിക്കുന്നത്. നേരത്തെ ഒന്നും കളി ജയിച്ചില്ല. ഞങ്ങൾക്ക് 2-3 കളി കളിച്ചായിരുന്നു, ജയിച്ചില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വേറെ പുതിയ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ നിൽക്കണം. അപ്പോൾ ടാറ്റ. നെക്കിയില്ലേ? ഒന്നും കൂടെ നോക്കട്ടെ. അപ്പോൾ ടാറ്റ. അയ്യോ കഴിഞ്ഞു. ഒന്നും കൂടെ നോക്കട്ടെ. പ്ലീസ് പുതിയ റിംഗ് ഇവൻ്റ് എങ്ങാണ്ടോ വന്നിട്ടുണ്ട്. MP40 ഇടാ ഗൈസ്. പോക്കർ MP40 എന്തോ അങ്ങനത്തെ എങ്ങാണ്ടോ MP40. ഫ്ലാഷിങ് സ്പാഡി റോയൽ ഫ്ലാഷ്. ഞാൻ പേരൊക്കെ. പോക്കർ MP40 വന്നിട്ടുണ്ട് ഗൈസ്. എടുക്കുന്ന ആൾക്കാരുണ്ട്, എടുത്തോ പെട്ടെന്ന് എടുക്കണ്ട. ഡയമണ്ട് ഉള്ള ആൾക്കാർ എടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ടാറ്റാ.